ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وتقا وهدى وفقهنا في الدين. ഏറെ ബഹുമാനം നിറഞ്ഞ ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിതം കഴിവിൻ്റെ പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എന്നെ മറക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള റഹ്മത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വർഷിക്കുമാറാകട്ടെ. ചില കണക്കുകളൊക്കെ നമ്മളെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. UNO നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഐക്യരാഷ്ട്രസഭ. ഈ യുണൈറ്റഡ് നാഷൻസിൻ്റെ ലോകാരോഗ്യ സംഘടനയാണ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് ഒരു വർഷം 7.2 ലക്ഷം ആളുകൾ, അതായത് 7,22,000 ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നാണ് പ്രതിവർഷം. ആളുകൾ മരിക്കുന്നതിൽ 7,22,000 പേര് മരിക്കുന്നത് ലോകത്ത് ആത്മഹത്യ ചെയ്തിട്ടാണ്. ആത്മഹത്യയിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നതിന് കുറേ കാരണങ്ങൾ ഈ പറയുന്ന WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പുറത്തു വിടുന്നുണ്ട്. അതിലൊന്ന് മാനസികമായ സംഘർഷമാണ്. മനസ്സിൽ അനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ. ആ മാനസിക പ്രയാസങ്ങൾക്ക്, സംഘർഷങ്ങൾക്ക് കുറേ കാരണങ്ങളുണ്ട്. അതിലൊന്ന് സ്വന്തത്തെ ബാധിക്കുന്ന രോഗങ്ങൾ, തിരിച്ചു വരാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ചിന്താഗതികൾ, അതുപോലെ തന്നെ ഓവർ തിങ്കിങ്, അമിതമായ ചില കാര്യത്തിലുള്ള ചിന്തകൾ, കുടുംബ പ്രശ്നങ്ങൾ, വ്യക്തി ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, കൃഷിയിലും കച്ചവടത്തിലൊക്കെ ഉണ്ടാകുന്ന മാന്ദ്യങ്ങൾ, അതുപോലെ തന്നെ അസുഖങ്ങൾ, ഇതെല്ലാം അതുപോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി സൂചിപ്പിച്ച ഒരു വിഷയമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾ. ഇതൊക്കെ മനുഷ്യരെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ്. പലപ്പോഴും നോക്കൂ നിങ്ങൾ,
ഈ ലഹരിയുടെയൊക്കെ ഉപയോഗം ഇപ്പൊ നമുക്കറിയാം, നിലനിന്നുകൊണ്ടിരിക്കുന്ന നിലവിലെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രശംസനീയമായ ഒരു പ്രവർത്തനം തൂഫാൻ. എത്രയെത്ര ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ആളുകളൊക്കെ സൂചിപ്പിച്ചൊരു കാര്യം തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ തന്നെയുള്ള പ്രധാന കാരണം ഒരു ഉമ്മയുടെ കരച്ചിലാണെന്നാണ്. സ്വന്തം മകന് ബാധിച്ച പ്രയാസം, ആ പ്രയാസത്തിൽ നിന്ന് അവനെ കരകയറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞൊരു ഉമ്മ സമീപിച്ചതാണ് ഇദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർക്കാരിന് ഇത്തരം ഒരു തീരുമാനമെടുക്കാനുള്ള പ്രചോദനമായത്, കാരണമായത്. ഞാൻ പറയുന്നത്, ഇതെല്ലാം മക്കളെ ഒരു നിലക്ക് അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക്, വലിയ സമ്മർദ്ദങ്ങളിലേക്ക്, ഡിപ്രഷനുകളിലേക്ക്, ആ ഡിപ്രഷൻ അവരെ ആത്മഹത്യകളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്ന് ലോകത്ത് 33.2% എന്ന് പറഞ്ഞാൽ 3 മില്യൺ ആളുകൾ, അതായത് 33.2 കോടി 332 മില്യൺ ആളുകൾ ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന പുതുതായി പുറത്തുവിട്ട കണക്ക് പറയുന്നത്. 332 മില്യൺ ആളുകൾ ഡിപ്രഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള, ലഭിച്ചിട്ടുള്ള ഈ ഹൃദയം, ആ ഹൃദയത്തിന്, ആ മനസ്സെന്ന് പറയുന്ന സംവിധാനത്തിന് സമാധാനം കിട്ടുന്ന പ്രവൃത്തി പലപ്പോഴും ആളുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് താൽക്കാലികമായ വഴികളിലൂടെയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പറയാണ്, മനുഷ്യരെ സംവിധാനിച്ച, ഹൃദയത്തെ സംവിധാനിച്ച, മനസ്സിനെ സംവിധാനിച്ച റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു തആല പറയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. 13-ാം അധ്യായം സൂറത്തുർ റഅദിന്റെ 28-ാമത്തെ വചനമാണ്. നിങ്ങളുടെ മനസ്സുകൾക്ക് ശാന്തി ലഭിക്കുന്നത്, ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അല്ലാത്ത മനുഷ്യരെല്ലാം ജീവിതത്തിലെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുമ്പോൾ, അവിടെ പ്രതിസന്ധികൾ മുന്നിൽ വരുമ്പോൾ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ്. എന്താണ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന, സ്രഷ്ടാവിനെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള, നല്ല അറിവുള്ള, ബോധ്യമുള്ള അത്തരം ആളുകൾ ആ വഴികൾ സ്വീകരിക്കാത്തത്? നോക്കൂ നിങ്ങൾ, മഹാനായ മൂസ അലൈഹിസ്സലാം തൻ്റെ കൂടെയുള്ള ജനതയെയും കൊണ്ട്, അവരിൽ വിശ്വസിച്ച, മൂസാ നബിയിൽ വിശ്വസിച്ച ആ ഒരു സമൂഹത്തെയും കൊണ്ട് കടൽ കടന്ന് ഫിർഔനിൽ നിന്ന്, ആ ഫിർഔനിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവാണ്. അങ്ങനെ എത്തി നിൽക്കുന്നത് ആർത്തലച്ചുയരുന്ന തിരമാലകളുള്ള കടലിന് മുന്നിൽ. പിന്നിലേക്ക് നോക്കിയപ്പോൾ സർവായുധ സജ്ജരായിക്കൊണ്ട് ഫിർഔനും അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരും. മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, ഇന്നാല മുദറഖൂൻ, നമ്മൾ പിടിക്കപ്പെട്ടല്ലോ, ഇനി നമുക്കൊരു പോംവഴിയില്ലല്ലോ, പരിഹാരമില്ലല്ലോ. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് മൂസാ അലൈഹിസ്സലാം ആ ജനതയിലേക്ക് ഇറങ്ങിച്ചെന്നതും ഫിർഔനിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന് അള്ളാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചതും. ആ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം തന്നെയാണ് ആ നാട് വിട്ടു പോകാൻ മൂസാ അലൈഹിസ്സലാം തീരുമാനിച്ചതും. അവിടെ ഒരിക്കലും എൻ്റെ റബ്ബെന്നെ കൈവടിയില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാമൊക്കെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധമാണ്, കാഴ്ചപ്പാടാണ്. സഹോദരന്മാരെ, റബ്ബിനെ കുറിച്ച്, ആരാണ് എൻ്റെ റബ്ബ്, ആരാണ് എന്നെ സൃഷ്ടിച്ചത്, എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്, എങ്ങനെയാണ് ഞാൻ ഇവിടെ ജീവിക്കേണ്ടത്, മരണാനന്തരം എന്നെ കാത്തിരിക്കുന്ന ഒരു പരലോകമുണ്ട്, അവിടെ സ്വർഗം ലഭിക്കണമെങ്കിൽ ഞാൻ എന്ത് വഴി സ്വീകരിക്കണം, അവിടെ നരകത്തിലേക്ക് ഞാൻ എടുത്തെറിയപ്പെട്ട് ഏറ്റവും വലിയ ഹതഭാഗ്യവാനായി പോകുന്നതിന് പകരം ആ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിൽ ജീവിതത്തെ മാറ്റാൻ എനിക്ക് സാധ്യമാകണമെങ്കിൽ എന്ത് മാർഗം ഞാൻ സ്വീകരിക്കണം? ഇതെല്ലാം കൃത്യമായി അറിയുമ്പോഴാണ്, ഇത് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ആ അറിവ് പൂർണ്ണമാകുന്നത്, ആ വിഷയത്തിലുള്ള അറിവ് പൂർണ്ണമാകുന്നത്. അതുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിനെ ബാധിക്കുന്ന ഇത്തരം വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെക്കാൻ കഴിയും. കാരണം ഈമാൻ അവിടെ വർദ്ധിക്കും. ഈമാൻ വർദ്ധിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ തവക്കുൽ എന്ന് പറയുന്ന, ഭരമേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു ബോധവും നമുക്ക് വർദ്ധിച്ചു കിട്ടും. ഞാൻ പറയുന്നത്, ഹൃദയത്തെ ബാധിക്കുന്ന പ്രയാസങ്ങൾ,
അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, നിങ്ങളുടെ കണ്ണുകൾക്കല്ല ശരിക്കും അന്ധത ബാധിക്കുന്നത്. കണ്ണ് കാണാത്ത മനുഷ്യനെയാണ് നമ്മൾ അന്ധനെന്ന് പറയാം. പക്ഷെ അള്ളാഹു തആല പറയുന്നത് അന്ധത ബാധിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ കണ്ണുകളെയല്ല, നേരെ മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയാണ്. അഫലം യസീറു ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ. പരിശുദ്ധ ഖുർആനിന്റെ 22-ാമത്തെ അധ്യായം സൂറത്ത് ഹജ്ജ് അതിന്റെ 46-ാമത്തെ വചനമാണ്. ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ ഒരു ആയത്തുണ്ടല്ലോ ശരിക്കും നമ്മൾ മനസ്സിരുത്തി വായിക്കേണ്ട ഒരു ആയത്താണ്. ഒരുപാട് കാര്യങ്ങൾ ആ ഒരൊറ്റ ആയത്തിൽ അള്ളാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഖുർആന്റെ ഒരു ചോദ്യം ഇതാണ്, അഫലം യസീറു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, ആളുകളെ കാണൂ, വ്യത്യസ്ത മനുഷ്യന്മാരുടെ സംസ്കാരങ്ങളെ കുറിച്ച്, അവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കൂ, നിങ്ങൾ യാത്ര ചെയ്യൂ, സഞ്ചരിക്കൂ. അള്ളാഹ് ചോദിക്കണം, അഫലം യസീറു ഫിൽ അർള്, ഭൂമി വിശാലമാണ്, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നില്ലേ? ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ. അല്ലാഹു തആല പറയാണ്, ചിന്തിച്ച് മനസ്സിലാകാൻ ഉതകുന്ന ഹൃദയങ്ങളോ കേട്ടറിയാൻ സഹായിക്കുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? അങ്ങനെ നിങ്ങൾ സഞ്ചരിച്ചിരുന്നു എങ്കിൽ, ആളുകളെ കാണാൻ സന്നദ്ധമായിരുന്നു എങ്കിൽ, ലോകത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾ തയ്യാറായാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അനുഭവിക്കുന്നതൊന്നും പ്രയാസമല്ല. ഇതിനേക്കാളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒരു ജനപദം ഇവിടെ ഉണ്ട്, അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അള്ളാഹ് ചോദിക്കാണ്, അങ്ങനെ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിരുന്നു എങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഹൃദയം നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു, കാര്യങ്ങൾ കേട്ടറിയാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു കാത് നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ. അല്ലാഹ് പറയുന്നത് കണ്ണുകളെയല്ല, തീർച്ചയായും നിശ്ചയമായും അന്ധത ബാധിക്കുന്നത് കണ്ണുകളെയല്ല, മറിച്ച് നെഞ്ചകത്തുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത് എന്ന്. കണ്ണുകൊണ്ട് കണ്ടിട്ടും ഹൃദയം കൊണ്ട് ആ സത്യം ഏറ്റെടുക്കാൻ കഴിയാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ അടുത്തന്നെ ഒരു സംഭവം ഉണ്ടായില്ലേ, ലണ്ടനിലെ ഒരു ഹൈഡ് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കുണ്ട്. അവിടെ പല വിശ്വാസികൾ, പല ആശയങ്ങൾ, ഒരുപാട് ഐഡിയോളജികൾ ലോകത്തുണ്ട്. ഈ ഐഡിയോളജിയൊക്കെ ഫോളോ ചെയ്യുന്ന, അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു ഹബ്ബാണത്. ആ ലണ്ടനിൽ ഒരാൾ, കേരളത്തിലുള്ള ഒരു പ്രതിനിധി പോവുകയാണ്, തീവ്ര ഇസ്ലാം വിമർശകനായിട്ടുള്ള ഒരു മനുഷ്യൻ. അയാളുടെ സംസാരങ്ങൾ, അയാളുടെ പോഡ്കാസ്റ്റുകൾ, വീഡിയോകൾ, ചർച്ചകളൊക്കെ കണ്ടറിയാം. ഇസ്ലാം വിരോധം എന്നതൊരു മുഖമുദ്രയായി സ്വീകരിച്ച ഒരു മനുഷ്യൻ, പേര് പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അയാള് ലണ്ടനിൽ പോയിട്ട് വരാം, എന്നിട്ട് അവിടെയുള്ള ഇസ്ലാമിൻ്റെ അന്ത്യം കുറിക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചരാം എന്ന് പറഞ്ഞിട്ട് പോയ മനുഷ്യനാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ഇസ്ലാമിക പ്രബോധകന്മാരുമായിട്ട് സംവദിക്കുക, ആ പാർക്കിൽ പബ്ലിക്കായിട്ട്. എന്നിട്ട് പറയാണ്, സ്വന്തം മകളെ ഭോഗിക്കാൻ ഖുർആനിൽ തെളിവുണ്ട്. ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ ചോദിക്കണം, എന്നാ ഓക്കെ, എവിടെയാണ് തെളിവ്? എവിടെയുള്ളത്? ഖുർആനിലൊരു ആയത്തനുണ്ട്, സൂറത്ത് ബഖറ 2-ാം അധ്യായത്തിലെ 111-ാമത്തെ വചനം. അതിലൊരു പ്രയോഗം ഉണ്ട്, അത് ഇങ്ങനെയാണ്, ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ തെളിവ് ഹാജരാക്കൂ, തെളിവ് കൊണ്ടുവന്നരി. ഓരോരുത്തരുടെ വ്യാമോഹത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ പറയുന്നതനുസരിച്ചാണ് കാര്യങ്ങളെങ്കിൽ നിങ്ങൾ തെളിവ് ഹാജരാക്കൂ. ഇവിടെ ഇദ്ദേഹം പറയാണ്, സ്വന്തം മകളുമായി ഭോഗിക്കാൻ ഖുർആനിൽ തെളിവുണ്ട്. അവിടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഇസ്ലാമിക പ്രബോധകനായിട്ടുള്ള വ്യക്തി പറയാണ്, നിങ്ങൾ തെളിവ് തരി, എവിടെയാണ് ഖുർആനിൽ എവിടെയുള്ളത്? അപ്പം അതെങ്ങനെ സെർച്ച് ചെയ്യാണ് ഫോൺ എടുത്തിട്ട്. എന്നിട്ട് പറയണത് നെറ്റ് കിട്ടുന്നില്ല. എവിടെ? ലണ്ടനിൽ നെറ്റ് കിട്ടണില്ല പോലും, നെറ്റ് റേഞ്ച് കിട്ടണില്ല, നെറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആലോചിക്കുന്ന ഇതാണ്, ഇത് കണ്ടിട്ട് ഇങ്ങനെ ചർച്ചയ്ക്ക് പോയ വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അവിടെ അവർ ഇളിമ്പ്യരായി പോകുന്നത്, തെളിവ് കൊടുക്കാൻ കഴിയാതെ ആശയദാരിദ്ര്യം സംഭവിച്ച് തൊപ്പിയിട്ട് പിന്മാറുന്നത് കണ്ടിട്ടും ചിന്തിക്കാത്ത മനുഷ്യരില്ലേ? അവരെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്, വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ. കണ്ണുകൾക്കെല്ലാം അന്ധത ബാധിക്കുന്നത്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മനുഷ്യരും ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത എത്ര ആളുകളുണ്ട്?
എത്രയോ കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെടുന്നുണ്ട്, എന്നിട്ടും ഹൃദയത്തിലേക്ക് അത് ഇറങ്ങുന്നില്ല. അതുകൊണ്ടാണ് കിബിർ. എന്താണ് അഹങ്കാരം എന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂൽ കൊടുത്തൊരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, ഒരു താരീഫ് ഉണ്ട്, ഒരു നിർവചനം ഉണ്ട്. അതിനേക്കാളും നന്നായിട്ട് ഒരാൾക്കും നിർവചിക്കാൻ പറ്റൂല എന്താണ് അഹങ്കാരം എന്ന്. അൽ കിബ്റു ബത്തറുൽ ഹഖ് വഅംതുൻ നാസ്. സത്യത്തെ നിഷേധിക്കുക, സത്യമാണെന്ന് ബോധ്യപ്പെടാനുള്ള അനന്ത സാധ്യതകൾ മുന്നിൽ വന്നിട്ടും അതിനെ നിഷേധിക്കുക. വഅംതുൻ നാസ്, ഇതൊക്കെ പറഞ്ഞിരുന്ന മനുഷ്യന്മാരെ കൊച്ചാക്കി കാണുക, ചെറുതാക്കി കാണുക. അത് അവൻ എന്നോട് പറയാൻ എന്ന് ചിന്തിക്കുക, ആരപ്പം അത് എന്നോട് ഉപദേശിച്ചു തരാൻ അങ്ങനെ ചിന്തിക്കുക. അത് ഉള്ളിൽ കിബറുള്ളത് കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പൊ ഹൃദയത്തിന് അന്ധത ബാധിക്കുന്നത് കണ്ണുകൾക്കല്ല, മറിച്ച് ഹൃദയത്തിനാണ് എന്ന് നോക്കൂ നിങ്ങൾ. ആ ഹൃദയം നന്നാക്കാൻ നമ്മൾ തയ്യാറായാലുണ്ടല്ലോ, നമ്മുടെ ജീവിതം തന്നെ നന്നായി. ഇതാരാ പറയണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തെ ഏറ്റവും നല്ല ഫിലോസഫർ, ഏറ്റവും നല്ല തത്വവചനങ്ങൾ പറയുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഫിലോസഫി ഉണ്ടല്ലോ, ആ തത്വശാസ്ത്രം, അത് മനസ്സിലാക്കാൻ കുറേ ഒന്നും പോണമെന്നില്ല. നിങ്ങൾ 3 ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോൾ 2 ആളുകൾ മാത്രം മാറി നിന്നിട്ട് സ്വകാര്യം പറയരുത് ട്ടോ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? 3ാമതൊരാൾക്ക് എന്നെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്ന തെറ്റിദ്ധാരണക്ക് കാരണം വരും. അതാ അവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ കാരണമാകും. അതേപോലെ തന്നെ ആ മനുഷ്യന്റെ മനസ്സിലൊരു വിഷമത്തിന് അത് കാരണമാകും. ഒരാളുടെ മനസ്സ് പോലും വിഷമിക്കരുത് എന്ന് ചിന്തിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അല്ലാഹുവിന്റെ റസൂൽ പറയണ, അലാ അറിയുക, ഇന്ന ഫിൽ ജസദി മുദ്അ, ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സ്വലഹ സ്വലഹൽ ജസദു കുല്ലുഹു, ആ മാംസ കഷ്ണം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ആ മാംസ കഷ്ണം കേടുവന്നാൽ, ഫസാദായാൽ ശരീരം മുഴുവൻ കേടായി. അലാ അറിയുക, വഹിയൽ ഖൽബ്, അതാകുന്നു ഹൃദയം. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഹൃദയം നന്നായ ശരീരത്തിലുള്ള ബ്ലഡ് പമ്പിങ് ഒക്കെ നന്നായി, ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നം വന്ന ബ്ലഡ് പമ്പിങ് ഒക്കെ മോശമായി എന്നുള്ള അർത്ഥത്തിലാണോ? അല്ല. വിശാലമായ മറ്റൊരു അർത്ഥം ഇതിനുണ്ട്, വളരെ കൃത്യമായൊരു അർത്ഥമുണ്ട്. അതെന്താണ്? ഹൃദയമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം. ആ ഹൃദയം നന്നായാൽ മനുഷ്യൻ മുഴുവൻ നന്നാകും, അവൻ്റെ സ്വഭാവം നന്നാകും, ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡ് നന്നാകും, പെരുമാറ്റം നന്നാകും, ജീവിത ശൈലി മാറും, എല്ലാം മാറും. നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ നെഞ്ഞത്ത് കൈവച്ചിട്ട് എന്താണെന്നറിയില്ല, ആകെ കൂടി ഒരു പ്രയാസം എന്ന് ഇവിടെ കൈവച്ചിട്ടാണ് നമ്മൾ പറയാ. അതുപോലെ എന്താണ്, നമ്മളെ മനസ്സിൽ തങ്ങുന്ന പ്രയാസം കൊണ്ടാണ് വല്ലാത്തൊരു റാഹത്തായിട്ടോ എന്ന് നമ്മൾ പറയും. അതെന്താണ്? മനസ്സിന് കുളിർമ ഉണ്ടാകുമ്പോൾ, സമാധാനം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം കിടക്കുന്നത് ഹൃദയത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്, മനുഷ്യന്മാരെ, ഇതൊക്കെ ഈ ഓരോ സെന്റൻസുകളും നമ്മൾ ശരിക്കും ഓർത്തു വെക്കേണ്ട കാര്യം കേട്ടോ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹൃദയത്തിൽ ചിതറിയ ഒരു അവസ്ഥയുണ്ട്, ഹൃദയത്തിന് ചെതറിയ ഒരു അവസ്ഥയുണ്ട്. അള്ളാഹുവിലേക്ക് മുന്നിടുന്നത് കൊണ്ടല്ലാതെ അത് ഒരുമിച്ച് കൂട്ടാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ചിതറിയ ഹൃദയത്തെ ഒരുമിച്ച് കൂട്ടാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കുക മാത്രമേ അതിനുള്ള പരിഹാരമുള്ളൂ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്, ആ ഹൃദയത്തിനൊരു ഏകാന്തത കടന്നു വരാനുണ്ട്. അള്ളാഹുവിനോടുള്ള അടുപ്പം കൊണ്ടല്ലാതെ ആ ഏകാന്തതയെ നിങ്ങൾക്ക് നീക്കാൻ കഴിയുകയില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, ആ ഹൃദയത്തിനൊരു ദുഃഖം വരാനുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അള്ളാഹുവുമായിട്ടുള്ള ഇടപാടുകളിലുള്ള സത്യസന്ധതയും കൊണ്ടല്ലാതെ, അതിലൂടെ ലഭിക്കുന്ന സന്തോഷവും കൊണ്ടല്ലാതെ ആ ദുഃഖം ഇല്ലാതാക്കാൻ കഴിയുകയില്ല. ഹൃദയത്തിനൊരു അസ്വസ്ഥത വരാനുണ്ട്. അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂടുന്നതിനും അവനിലേക്ക് ഓടിയെടുക്കുന്നതിനും കൊണ്ടല്ലാതെ ആ അസ്വസ്ഥതയെ നിങ്ങൾക്ക് ശമിപ്പിക്കാൻ കഴിയുകയില്ല. ആ ഹൃദയത്തിൽ ഖേദത്തിന്റെ ഒരു തീനാളം കടന്നു വരാനുണ്ട്. അവന്റെ കൽപ്പനയിലും അള്ളാഹുവിന്റെ വിധിയിലുള്ള തൃപ്തിയിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയം വരെ അതിൽ ക്ഷമയോടെ മുറുകെ പിടിക്കുന്നതിനും കൊണ്ടല്ലാതെ അത് നിങ്ങൾക്ക് അണക്കാൻ കഴിയുകയില്ല. ആ ഹൃദയത്തിൽ ഒരു ദാരിദ്ര്യമുണ്ട്. അവനെ സ്നേഹിക്കുന്നതും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നതും അവനെ നിരന്തരം സ്മരിക്കുന്നതും അവനോടുള്ള നിഷ്കളങ്കതയും കൊണ്ടല്ലാതെ ആ ദാരിദ്ര്യം നിങ്ങൾക്ക് നീക്കാൻ കഴിയുകയില്ല. ദുനിയാവും ആ ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് നൽകപ്പെട്ടാലും ആ ദാരിദ്ര്യം നിങ്ങൾക്ക് നീങ്ങിയതായിട്ട് അനുഭവപ്പെടൂല എന്നാ. അപ്പൊ എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം
ഹൃദയത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ ഹൃദയത്തെ ബാധിക്കുന്ന പ്രയാസങ്ങൾക്കുള്ള പരിഹാരം, ഏക പരിഹാരം സഹോദരന്മാരെ, അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളതാണ്. കുറേയൊന്നും പറയാനില്ല, കുറേയൊന്നും ചിന്തിച്ച് കൂട്ടാനുമില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങളുണ്ട്. ചെയ്തു പോയ പാപങ്ങളിൽ അനുഭവിക്കുന്ന കുറ്റബോധമുണ്ട്. ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഓർത്തുകൊണ്ടുള്ള വിഷമങ്ങളുണ്ട്. ജീവിതമാകെ ചിന്നിച്ചതറി, ഇനി ഒരു പരിഹാരവുമില്ല, ഇനി ഒരു വഴിയുമില്ല, ആകെ കയ്യെന്ന് പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കാതെ, അതിൽ തളരാതെ, എൻ്റെ റബ്ബിൻ്റെ തീരുമാനങ്ങളാണിത്, ഇനി അതിനുള്ള ആ ഒരു കാര്യം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാരണങ്ങൾക്ക് ഹേതുവായത് നമ്മുടെ പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കാം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, മനുഷ്യ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് കടലിലും കരയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ നമ്മൾ ചെയ്തു കൂട്ടിയ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം, കാര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ കുറെ പ്രയാസങ്ങൾ കടന്നു വരുന്നത്. പക്ഷെ അത് സംഭവിച്ചു പോയി. ഇനി എന്ത്? ജീവിതം കൊണ്ടുപോയി അവസാനിപ്പിക്കുകയാണോ വേണ്ടത്? മക്കളെയും കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് ജീവിതം ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളിൽ, അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാരില്ലേ? എല്ലാവരുടെ മുന്നിൽ പോയി കൈനീട്ടി പരിഹാരമില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയെയും ചെറിയ മക്കളെയും കൂട്ടിയിട്ട് പോയി ജീവിതം ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്ന മനുഷ്യന്മാരില്ലേ? മക്കളോട് പറയില്ല, ഭാര്യനോട് പറയില്ല എങ്ങോട്ടാ പോണെന്ന്, എന്നിട്ട് നേരെ പോയിട്ട് കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്യുക. അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര ആളുകളുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ അതിൻ്റെ കണക്കെന്നെ പറഞ്ഞത്. പ്രതിവർഷം 7,20,000-ഓളം ആളുകൾ ലോകത്ത് ആത്മഹത്യ ചെയ്തിട്ടാണ് മരിക്കുന്നത് എന്ന് WHO പുറത്തുവിട്ട കണക്കാണ്. അപ്പൊ ഇതിങ്ങനെ കൂടി വരികയാണ്, ഇത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഒരു വിശ്വാസി എന്നുള്ളവർക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഖുതുബയിലൂടെ, ഒരു വെള്ളിയാഴ്ചയിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്താണ്? നമ്മളെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, എന്ത് പ്രയാസം ഉണ്ടായിക്കോട്ടെ, അതിനുള്ള ഏറ്റവും നല്ല പരിഹാരം അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് അറിയാം, പക്ഷെ ആ പരിഹാര മാർഗം തേടാൻ നമ്മൾ തയ്യാറല്ല. നമുക്കറിയാം ഇതാണ് പരിഹാരം, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇന്ന് മുതൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇന്ന് മുതൽ നിങ്ങളത് പ്രവൃത്തി തലത്തിൽ കൊണ്ടുവന്ന് നോക്കൂ. ഇന്ന് ഖുതുബ കഴിഞ്ഞു പോയി, ജുമുഅ കഴിഞ്ഞു പോയി, വീട്ടിലും എത്തിയിട്ട് നമ്മളൊന്ന് അതിന് തീരുമാനം എടുത്ത് നോക്കി. സമയം കണ്ടെത്തി അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, വളരെ രഹസ്യമായി അള്ളാഹുലേക്ക് അടുക്കുന്ന കുറേ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഒരുപാട് നന്മകൾ ആരും അറിയണ്ട, ആ നന്മകൾ നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോന്നായിട്ട് തുന്നിച്ചേർത്ത് തുടങ്ങുക. നല്ലോണം അള്ളാഹുലേക്ക് അടുക്കുക, ഇടപാടുകൾ നന്നാക്കുക, ആളുകളോടുള്ള പെരുമാറ്റം നന്നാക്കുക, മനസ്സിന് സമാധാനം കിട്ടുന്ന പ്രവർത്തികളിൽ വ്യാപൃതരാകുക. ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൗതികമായ പരിഹാരം തേടണം, വേണ്ടെന്നല്ല. അതിനപ്പുറത്തേക്ക് അള്ളാഹുവിനോട് ഈ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറയാം. സന്തോഷം ധാരാളമായി ലഭിക്കുമ്പോൾ, ഖൈറുകൾ ധാരാളമായി ലഭിക്കുമ്പോൾ നമ്മൾ ശുക്ർ ധാരാളമായി വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്തു മുന്നോട്ട് പോയി നോക്കി. അപ്പം എന്ത് വിഷമങ്ങൾ വരുമ്പോഴും, എന്ത് പ്രയാസം വരുമ്പോഴും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കും, നമ്മളെ പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കും. അതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? റബ്ബിന് അള്ള വെച്ച സംവിധാനത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അള്ള പറഞ്ഞെന്ന പരിഹാരമാണ് നമ്മൾ തേടുന്നത്, അല്ലാതെ മറ്റുള്ള കുറേ ഭൗതികമായ പരിഹാര മാർഗങ്ങൾ തേടിയിട്ടല്ല നമ്മൾ പോകുന്നത്. അടിസ്ഥാന പരിഹാര മാർഗം എന്ന് പറയുന്നത് പടച്ചോൻ പറഞ്ഞെന്ന കാര്യമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുണ്ടെങ്കിലാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ ശാന്താവുള്ളൂ. അപ്പം ആ വഴിയിലേക്കൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുന്ന സച്ചരിതരായ അടിമകളിൽ അള്ളാഹു തആല നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ വിസ്മരിക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്കൊക്കെ ഒരു പ്രത്യേകത കാണാൻ പറ്റും. അതിനെ നമ്മൾ പറയാ ജവാമിഉൽ കലിം എന്നാണ്. കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയം. ആ ആശയത്തെ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ കുറേ എഴുതാനും പറയാനും ഉണ്ടാകും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് കുറഞ്ഞ വാക്കുകളിൽ, കുറഞ്ഞ അക്ഷരങ്ങളിൽ, വരികളിലായിരിക്കും.
അങ്ങനെയുള്ളൊരു ഹദീസാണ്. എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അജബൽ ലി അംരിൽ മുഅ്മിൻ. ഒരു സത്യവിശ്വാസിയുടെ കാര്യം ശരിക്കും ആലോചിച്ചാൽ വളരെ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈറൻ. അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. എല്ലാം എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ സുഖങ്ങളാകട്ടെ ദുഃഖങ്ങളാകട്ടെ എല്ലാം അവന് ഖൈറാണ്. ഇനി ജീവിതത്തിൽ ലഭിച്ച ധന്യതകളാകട്ടെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉള്ളതാകട്ടെ എന്ത് വന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അവന് ഖൈറാണ്. അതുകൊണ്ട് അവൻ്റെ കാര്യം അത്ഭുതമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എങ്ങനെയാണ് എന്നുകൂടി പറഞ്ഞു തരികയാണ്. ഇൻ അസ്വാബതുഹു സറാഉ ശഖറ. ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ അവനെന്ത് ചെയ്യും? ഇൻ അസ്വാബതുഹു സറാഉ ശഖറ. എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ഖൈർ ഉണ്ടായി കഴിഞ്ഞാൽ, ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടായാൽ അവൻ അതിന് കൂടുതൽ നന്ദി കാണിക്കും. അതായത് കുറേ അഭിവൃദ്ധി ലഭിച്ചു, ഭൗതികമായ കുറേ നേട്ടങ്ങളൊക്കെ നമുക്കുണ്ടായി. അപ്പോൾ അതിലെല്ലാം മറന്ന് ഇതൊക്കെ എൻ്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് കിട്ടിയതാണെന്നല്ല അവ പറയാം. ഒരു വിശ്വാസി എപ്പോഴും എൻ്റെ പടച്ചോൻ എനിക്ക് തന്നതാണ് ഇതെല്ലാം, അങ്ങനെ കൂടുതൽ നന്ദി കാണിക്കും. കൂടുതൽ നന്ദി കാണിക്കുമ്പോൾ എന്തായി? കുറേ പ്രതിഫലം കിട്ടും. അപ്പം അവനത് ഖൈറായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ ഇൻ അസ്വാബതുഹു ദർറാഉ സ്വബറ. ഇനി ഒരു ദുർറ് ബാധിച്ചാൽ, ഒരു പ്രയാസം ബാധിച്ചാലോ, ഇപ്പം വേണ്ടപ്പെട്ടവരുടെ മരണം, മക്കളെ മരണം, ഭാര്യൻ്റെ മരണം, ഭർത്താവിൻ്റെ മരണം, ഉമ്മാൻ്റെ മരണം, ഉപ്പാൻ്റെ മരണം, അല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ സംഭവിക്കുന്ന മാന്ദ്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ, വീട് നഷ്ടപ്പെട്ടത്, ഇങ്ങനെ കുറേ വിഷമങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായാലും ഒരു വിശ്വാസം എന്താ ചിന്തിക്കുക? ഒരു ദുരിതം ഉണ്ടായാൽ സ്വബറ, ക്ഷമിക്കും, ക്ഷമിച്ചു നിൽക്കും. ഫകാന ഖൈറൻ ലഹു. അപ്പോൾ അതും അവന് ഖൈറായി. അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായാൽ കൂടുതൽ റബ്ബിലേക്ക് അടുക്കും, എന്നിട്ട് നന്ദി കാണിക്കാൻ തുടങ്ങും. നന്ദി കാണിക്കുമ്പോൾ കൂടുതൽ പ്രതിഫലം കിട്ടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവനത് ഖൈറായി. ഇനി ഒരു ദുഃഖം ഉണ്ടായാലോ ക്ഷമിക്കും. അപ്പോൾ ക്ഷമിച്ചാൽ എന്തായി? ഇന്നല്ലാഹ മഅസ്സാബിരീൻ. തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല അടിവരയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ക്ഷമയുടെ പ്രാധാന്യം ഖുർആനിൽ ഒരുപാട് ഭാഗത്ത് ആവർത്തിച്ച് പറഞ്ഞതായിട്ട് കാണാനും പറ്റും. വസ്തഈനു ബിസ്സുബ്രി വസ്സലാത്ത്. അള്ളാഹുവിലേക്ക് നിങ്ങൾ സഹായം തേടേണ്ടത് എങ്ങനെയാണ്? നിസ്കാരത്തിലൂടെയും ക്ഷമയിലൂടെയാണ്. പരിശുദ്ധ ഖുർആനിലുള്ള ആയത്താണത്. അപ്പം ഇങ്ങനെ കുറേ ഭാഗത്ത് അള്ളാഹു ഈ കാര്യം പ്രതിപാദിക്കുന്നതായിട്ട് കാണാൻ പറ്റും. വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ ഒരു അവസ്ഥ മുഅ്മിനിനല്ലാതെ ഉണ്ടാവൂല കേട്ടോ എന്ന്. ഒരു വിശ്വാസിക്കേ അത് ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താണ്? വിശ്വാസമാണ്, തൗഹീദ് നന്നാക്കലാണ്. ഞാൻ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കുക. അത് നമ്മളെ വിജയിപ്പിക്കും. പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കൂ, നിങ്ങൾക്ക് വിജയം ലഭിക്കും എന്നാ പറഞ്ഞത്. സ്വർഗത്തിന്റെ താക്കോലാണ് എന്ന് അല്ലാഹു പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ പറ്റും. ഏത് ഘട്ടത്തിലും ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഅരീഫ് എന്ന നിർവചനം തന്നെ. ഇത് നമ്മൾ പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഏത് ഘട്ടത്തിലും വിശ്വാസം കൈവിടാതെ ജീവിക്കണം എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അവരെ ഖുർആൻ പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം, നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഭൗതിക വിദ്യാഭ്യാസം നൽകണം, ഒക്കെ ചെയ്യണം. പക്ഷേ ഞാൻ പറയുന്നു, അതോടൊപ്പം വളരെ പ്രാധാന്യത്തോടെ നമ്മൾ പഠിപ്പിക്കേണ്ട, അതോടൊപ്പം എന്നല്ല ഞാൻ പറയുന്നത്, ഏറ്റവും മുൻഗണനാ ക്രമം നൽകി ആദ്യം പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കണം. കാരണം ഏത് ദീനിൻ്റെ ഒരു അംശം പോലും കിട്ടാത്ത സ്ഥാപനങ്ങളിൽ പോയി കുട്ടികൾ ഭാവിയിൽ പഠിക്കുന്ന സാഹചര്യം ഉണ്ടായാലും അവിടെ എത്തുമ്പോൾ ആ ചെറുപ്പത്തിൽ നിന്ന് ലഭിച്ച അധ്യാപനം, അറിവ്, കൃത്യമായ അവബോധം അത് ലഭിക്കുമ്പോഴാണ് അവരെ ഏറ്റവും നല്ല രീതിയിൽ അവിടെ മികച്ചു നിൽക്കാൻ അവർക്ക് പ്രേരകമാവുള്ളൂ, കഴിയുള്ളൂ. നേരെ മറിച്ച് സന്ദർഭം മാറുമ്പോൾ, സാഹചര്യം മാറുമ്പോഴൊക്കെ ഈ ദീനിനോട് വെറുപ്പ് വരാനും അത് പാതി വഴിയിൽ ഊരി വെക്കാനും അതിനെ ഉപേക്ഷിക്കാനുമുള്ള പ്രേരണകൾ ഉണ്ടാകും. അവിടെയും ഞാൻ എൻ്റെ അഭിമാനമായി കൊണ്ട് നടക്കേണ്ട, എന്നെ ഒരു മനുഷ്യനാകാൻ പ്രേരിപ്പിക്കുന്നത് പടച്ചോൻ തന്ന ഈ ഹിദായത്താണ്, ഈ ദീനാണ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അത് കാണിച്ചു കൊടുക്കാൻ കഴിയണമെങ്കിൽ നമ്മളിതൊരു ചെറുപ്പം മുതലേ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കണം. അതിന് നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം.
ടീച്ചേഴ്സ് അത്തരം വിഷയങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും ചെറുപ്പത്തിലെ മക്കൾക്ക് ഇക്കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കണം. അതിനെന്താണ് ഉപ്പാർക്കും ഉമ്മാർക്കും ആ വിഷയത്തിൽ നല്ല ധാരണ വേണം, അറിവ് വേണം. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും എന്ത് സന്തോഷം വന്നാലും അവർക്കത് ഹൈറായിരിക്കും. കാരണം അവരുടെ കയ്യിൽ ഈമാനുണ്ട്, വിശ്വാസമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട്, തൗഹീദുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയണം. മഹാനായ യൂസുഫ് അലൈഹി സ്വലാം പ്രാർത്ഥിച്ചല്ലോ, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം. ആരായി തേടുന്നത്? യൂസുഫ് നബിയാണ് തേടുന്നത്. ഒരു നബിയാണ് ഈ പ്രാർത്ഥിക്കുന്നത്. സൂറത്ത് യൂസുഫ് 12-ാം അധ്യായത്തിലെ 101-ാമത്തെ വചനമാണ്. അല്ലാഹുവേ, നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണമേ. വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, നീ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണമേ എന്ന് അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്തൊരു പ്രവാചകൻ. ഒരു ജനതയെ നേരെ ചൊവ്വ മാർഗത്തിലേക്ക് വഴി നടത്താൻ അള്ളാഹു വഹ്യ് കൊടുത്ത് തെരഞ്ഞെടുത്തൊരു പ്രവാചകൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, നീ എന്നെ മരിപ്പിക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. അപ്പം നമ്മുടെ കയ്യിൽ ഉപ്പുള്ള ഈ ദീന് ഇസ്ലാം പരലോകത്ത് വിജയിക്കാൻ കാരണമായി തീരുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ്, ഇത് മരണം വരെ നമ്മുടെ കയ്യിലുണ്ടാവുന്ന എന്താണ് നമുക്ക് ഉറപ്പുള്ളത്? അതുകൊണ്ട് അത് നിലനിർത്തി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ പറയുന്നു, നമ്മളെല്ലാ സമയത്തും നമ്മൾ കുറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ കുറേ പ്രാർത്ഥനകൾ മറന്നു പോകുന്നുണ്ടാവും, പ്രാർത്ഥിക്കാൻ വിട്ടു പോകുന്നുണ്ടാവും. എന്തായാലും വളരെ പ്രാധാന്യത്തോടെ ഒരു പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹ്, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ തന്നെ പിടിച്ചു നിർത്തി തരണട്ടോ എന്ന്. അതാണ് യൂസുഫ് നബി പ്രാർത്ഥിച്ചത്, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ, അതായത് യഥാർത്ഥ വിശ്വാസിയായി എന്നെ മരിപ്പിക്കണേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കണേ എന്ന്. ഞാൻ ഖുത്ബയുടെ തുടക്കത്തിൽ ഓതി വെച്ച 3 ആയത്തുകൾ ഉണ്ടായിരുന്നു, തഖ്വയുമായി ബന്ധപ്പെട്ട 3 ആയത്തുകൾ. അതിലൊരു ആയത്ത് 3-ാം അധ്യായം ആലോ ഇമ്രാൻ സൂറത്തിൻ്റെ 102-ാമത്തെ വചനാണ്. അതിൽ അള്ളാഹ് പറയുന്ന എന്താ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആ ആയത്ത് തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടാണ്, വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിക്കണതോ നിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് കേട്ടോ എന്ന്. അപ്പോൾ ഇസ്ലാം ലഭിച്ച് അങ്ങനെ ജനിച്ചു വളർന്നു എന്നുള്ളത് കൊണ്ട് മരിക്കുമ്പോൾ നമുക്കത് നിലനിർത്തി അത് കൊണ്ട് മരിക്കാൻ കഴിഞ്ഞോളന്നൊന്നുമില്ല. അത് വലിയൊരു സൗഭാഗ്യമാണ്. ഞാൻ പറയണത് അതാണ്. ആ വിശ്വാസം നിലനിർത്തി മരിക്കാൻ നമുക്ക് കഴിയണം. അതിന് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകും. നിരന്തരം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ നന്ദി കാണിച്ച് മുന്നോട്ട് പോകണം. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള, രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയുമായിട്ടൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും പോരായ്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു നമ്മളെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടബാധ്യതകൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ പട്ടിണി, ദാരിദ്ര്യം, കടബാധ്യതകൾ, വിഷമങ്ങളൊക്കെ അള്ളാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മാറാ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരുടെ രോഗങ്ങളും വിഷമങ്ങളും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തആല നീക്കി കൊടുത്ത് അവർക്കും നമുക്കുമൊക്കെ നല്ല ഒരു ഹൈറായ ജീവിതം റബ്ബുൽ ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന, ഈ പള്ളിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന, എന്നാൽ ശാരീരിക പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഈ പള്ളിയുടെ നടത്തിപ്പിന് വേണ്ടി സംഭാവനകൾ നൽകുന്ന, ഇതിനുമായി അനുബന്ധമായിട്ടുള്ള മദ്രസകളും കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിൻ്റെ പിന്നിൽ പണിയെടുക്കുന്ന, അതുപോലെ തന്നെ അതിന് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രീതിയിലുള്ള ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫിലസ്തീൻ സഹോദരങ്ങൾ, അവർക്ക് അല്ലാഹു തആല നിർഭയത്വം നൽകുകയും വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് റബ്ബ് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.